ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു പുതിയ നെക്ക് ഡിസൈൻ നോക്കാം. അതിനായിട്ട് ഞാൻ ക്ലോത്ത് റിങ്ങിൽ ഫിക്സ് ചെയ്തിട്ട് ഒരു നെക്ക് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഇങ്ങനെ കൃത്യം മിഡിൽ ഭാഗത്തായിട്ട് മൂന്ന് അല്ലെങ്കിൽ നമുക്ക് 4 ഇഷ്ടമുള്ള രീതിയിലെടുക്കാം. ഈ രീതിയിൽ ഫ്ലവറിനായിട്ട് ഒരല്പം ഇട വിട്ട് മുകളിൽ നിന്ന് താഴോട്ടും അതുപോലെ തന്നെ ഇടത്തുനിന്ന് വലത്തോട്ടും അങ്ങനെ തന്നെ നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 2 കളറ് നൂലാണ് എടുക്കുന്നത്. ഒരു ബ്ലൂ കളറും പിന്നെ റെഡ് കളറും എടുക്കുന്നുണ്ട്. ഈ ബ്ലൂ കളർ വെച്ചാണ് നമ്മൾ മിഡിലായിട്ടുള്ള ഭാഗം ചെയ്യുന്നത്. അതിൻ്റെ പൂമൊട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കുത്തിയെടുത്തിട്ട് ഒരല്പം അകലത്തിൽ ഒരു അല്പം അകലം എടുത്താൽ മതി. എന്നിട്ട് രണ്ടായിട്ട് മടക്കി അല്പം അകലത്തിൽ കുത്തിയെടുത്തിട്ട് രണ്ടായിട്ട് ചുറ്റിയെടുത്ത് 2 പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുത്തിട്ട് അതേപടി താഴോട്ട് കുത്തിയിറക്കുക. നമുക്ക് പൂമൊട്ട് കിട്ടി. ഞാൻ അടുത്ത ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ ചെറുതായിട്ട് കുത്തിയെടുക്കുക. വലിയ വീതിക്കൊന്നും എടുക്കണ്ട, ചെറുതായിട്ട് കുത്തിയെടുത്താൽ മതി. എന്നിട്ട് 2 പ്രാവശ്യം ഇങ്ങനെ ഈ നീഡിലിന് മുകളിൽ കൂടെ ചുറ്റിയെടുത്തിട്ട് ഇവിടെ തന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് താഴോട്ട് തന്നെ തിരിച്ചു കുത്തുക. അങ്ങനെ പൂമുട്ട് തയ്ച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയായിട്ട് ഫ്ലവർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാം. അതിനായിട്ട് ഞാൻ റെഡ് കളറാണ് എടുക്കുന്നത്. റെഡ് കളറിൽ ഇങ്ങനെ പെറ്റൽസ് വരും. അതും ഈ സെയിം സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അതിന് ഒരു ചുറ്റിലും ഈ ഫ്ലവർ തന്നെ സെയിം ഫ്രഞ്ച് നോട്ടിൻ്റെ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എല്ലാ സൈഡിലോട്ടും പെറ്റൽസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ഇതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. മിഡിലായിട്ട് കുത്തിയിട്ട് ഇതേ രീതിയിൽ തന്നെ 2 പ്രാവശ്യം ചുറ്റി തിരിച്ചു കുത്തുക. ഒരു പെറ്റലായി. ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ വശങ്ങളിലും സെയിം മെത്തേഡിൽ ചെയ്തെടുക്കാം. ഇവിടെ പിടിച്ചുകൊണ്ട് വേണം വലിക്കാൻ. എന്നിട്ട് അതേപടി താഴോട്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. നമ്മുടെ ബോട്ടത്തിനും ഷോളിനും മാച്ചിങ് ആയിട്ട് നമുക്കിങ്ങനെ സ്വന്തമായിട്ട് തന്നെ ചെയ്തെടുക്കാം. ആദ്യം കാണുമ്പോഴത്തേക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടാന്ന് തോന്നുമെങ്കിലും പക്ഷേ ചെയ്തു വരുമ്പോൾ നല്ല ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണിത്.
ഇങ്ങനെ ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്തു. ഇതുപോലെ തന്നെ ഈ ഫുൾ ലെയർ കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നത് ഈ 2 ഫ്ലവറിൻ്റെയും ഇടയ്ക്കായിട്ട് ഒരെണ്ണം, അതുപോലെ തന്നെ അടുത്ത 2 ഫ്ലവറിൻ്റെ ഇടയ്ക്കായിട്ടൊന്ന്, അടുത്ത 2 ഫ്ലവറിൻ്റെ ഇടയ്ക്കായിട്ടൊന്ന്, പിന്നെ ഈ 2 മിഡിലായിട്ടൊന്ന്. ഇങ്ങനെയാണ് ഈ ഒരു സീക്വൻസിലാണ് ഇത് പോകുന്നത്, ഈ ഒരു ഡിസൈന്. ഇതുപോലെ തന്നെ 2 സൈഡിലും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ നീല കളറ് ചെയ്ത് കാണിച്ചില്ലേ, അതുപോലെ തന്നെ എന്നിട്ട് ബ്ലൂ കളറും കൊണ്ട് നമ്മൾ ഈ ഫ്ലവർ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സെയിം ഡിസൈൻ തന്നെ ഫ്രഞ്ച് നോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്ലൂവിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുക്കുക, അതൊക്കെ ഓപ്ഷണലാണ്. നമുക്കിങ്ങനെ വളരെ എളുപ്പം ഇങ്ങനെ ഇതാകുമ്പം ബീഡ്സ് പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. ബീഡ്സ് ആണെങ്കിൽ നമ്മൾ കുറേ തേടി നടന്നാലൊന്നും നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ചിലപ്പോൾ ബീഡ്സ് കിട്ടണമെന്നില്ല. ഇതാകുമ്പം നമുക്ക് എല്ലാ കളറിലുമുള്ള നൂല് ഓൾറെഡി അവൈലബിൾ ആണ്. എംബ്രോയ്ഡറി നൂല് മേടിച്ചിട്ട് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കിയും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.